രാത്രി ജിൻഡോയി രതീഷ് ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജയിലിൽ കിടന്നുകൊണ്ട് സിജോയും അതുപോലെ അഭിഷേകും ഇരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഓളിയുടെയും സംസാരിക്കുകയും ഭയങ്കര ലഹളമയാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ജയിലിലുണ്ടായ കാര്യങ്ങളൊക്കെ ഇരുന്ന് രതീഷിന്റെ അടുത്ത് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന സമയത്ത് അവിടെ ജിൻഡോ പറയുന്നുണ്ട്, എന്തായാലും നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ജാസ്മിൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്നുള്ളത്. അപ്പൊ അതെന്താന്ന് ചോദിക്കുന്നുണ്ട് രതീഷ്. അതിന് തൊട്ട് മുന്നത്താഴ്ച അവള് മാത്രം ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ പുറത്തിരിക്കുന്ന സമയത്ത് അവൾ എന്നെ വിളിച്ച ചീത്തയ്ക്ക് ഒരു കണക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അതുപോലെയുള്ള ചീത്തയും തെറിയും ഒക്കെയാണ് അവൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. പുറത്തിരുന്ന് ഞങ്ങൾ എല്ലാവരും ചിരിക്കുകയായിരുന്നു. എന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് ലാലേട്ടൻ ചോദിച്ചു അവളുടെ അടുത്ത്, എന്തുമായിരുന്നു ഇത്, നിങ്ങളൊക്കെ പുറത്തിരുന്ന് ചിരിക്കായിരുന്നില്ല ആ കുട്ടി ഇതേപോലെ ചീത്ത വിളിക്കുമ്പോൾ എന്ന് ലാലേട്ടൻ ചോദിച്ചു. അതുപോലെ ലാലേട്ടൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ചീത്തയും തെറിയൊക്കെ വിളിക്കുന്നത് എന്ന് ലാലേട്ടൻ ചോദിച്ചിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ അവിടെ അവൾക്ക് നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഷുവർ ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ജിൻഡോ ഒരു പാട്ട് പാടുന്നുണ്ട്. അവൾ ഈ ചീത്തയും തെറിയും ഒക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആകാശമേ എന്നൊക്കെയുള്ള ഒരു. എന്തായാലും അത് കേട്ടിട്ട് രതീഷ് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ശരണ്യയും അവിടെ ഋഷിയൊക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ വിളിച്ച് ചീത്തയും തിരക്കെ നിങ്ങളന്ന് കേട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. സംഭവം ശരിയാണ്. ആ സമയത്ത് ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ അത്രയും ഇതിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ പെങ്കൊച്ച് എന്തീ കാണിച്ചു കൂട്ടുന്ന ജയിലിനുള്ളിൽ ഇരുന്നുകൊണ്ട്. അപ്പൊ നമ്മുടെ ജിൻഡോ തന്നെ പറയുന്നുണ്ട്, രണ്ടെണ്ണം അടിച്ച മാതിരിയാണ് അവൾ അവിടെ കിടന്ന് പെരുമാറുന്നുണ്ടായിരുന്നതെന്ന്. പ്രേക്ഷകർ പോലും അത് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ജിൻഡോ ഇപ്പൊ അവിടെ ഇരുന്ന് രതീഷിന്റെ അടുത്ത് ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.